ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അന്തരിച്ച നടൻ തിലകന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. തിലകൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. താരസംഘടനയായ അമ്മയിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങളാണ് അന്ന് അദ്ദേഹം പങ്കുവച്ചത്. എന്നാൽ അധികമാരും അത് മുഖവിലക്കെടുത്തിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന 15 അംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് തിലകൻ അന്ന് പറഞ്ഞ മാഫിയ സംഘം. ഇതിന്റെ ചുവട് പിടിച്ചാണിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സജീവ ചർച്ചയായി മാറുന്നത്. അമ്മ എന്ന സംഘടനയോട് ബഹുമാനമുള്ളതായും എക്സിക്യൂട്ടീവ് അംഗങ്ങളിലെ ചിലർ മുതലെടുപ്പ് നടത്തുകയാണെന്നുമാണ് തിലകൻ അന്ന് പ്രതികരിച്ചത്. തന്റെ അച്ഛൻ തിലകനെ വിലക്കിയവരിൽ ഇപ്പോഴത്തെ മന്ത്രിയായ ഗണേഷ് കുമാറും ഉൾപ്പെടുമെന്ന് ഷമ്മി തിലകൻ പ്രതികരിച്ചിരുന്നു. പ്രമുഖ നടനെ ഇൻഡസ്ട്രിയിലെ 15 പേർ ചേർന്നാണ് ഒതുക്കിയെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് സീരിയലിൽ അഭിനയിക്കേണ്ടി വന്നു. എന്നാൽ ഇൻഡസ്ട്രിയിലെ മാഫിയ സംഘത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിനായില്ല. ആ സമയത്ത് ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഒരു സിനിമാ താരമായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിലക്ക് നേരിടേണ്ടി വന്ന നടൻ തന്റെ അച്ഛനാണെന്ന് ഷമ്മി തിലകൻ പറയുന്നു. റിപ്പോർട്ടിൽ പറയുന്ന ആത്മയുടെ പ്രസിഡന്റ് KB ഗണേഷ് കുമാർ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആത്മ രൂപീകരിക്കപ്പെട്ടതു മുതൽ ഗണേഷാണ് പ്രസിഡന്റ് എന്ന് ഷമ്മി പറയുന്നു. അമ്മയുടെ മീറ്റിംഗിൽ ഒരു പ്രമുഖ താരം തിലകനെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തോട് ഒച്ച വെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തിലകനെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് ദിലീപ് ആണെന്നും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരങ്ങളും തിലകന് എതിരായിരുന്നുവെന്നും ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് തിലകന്റെ സുഹൃത്തും നാടക കലാകാരനുമായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ. വിനയനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് ദോഷം വന്നു. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നു. 15 പേർ ചെറിയ ആളുകളല്ല. തിലകനെ വെച്ച് സീരിയൽ എടുക്കാൻ വന്ന ആളെ വരെ വിലക്കി. തിലകൻ ഉണ്ടെങ്കിൽ മറ്റാരും കാണില്ലെന്ന് പറഞ്ഞു വിലക്കിയത് അന്നത്തെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഗണേഷ് കുമാർ പ്രസിഡന്റായ സംഘടന ഉള്ളിടത്തോളം കാലം സീരിയൽ എടുക്കാൻ കഴിയില്ലെന്ന് തിലകൻ പറഞ്ഞു. വ്യക്തിപരമായ പ്രശ്നം അല്ല, സിനിമയിലെ മാഫിയ ആയിരുന്നു പിന്നിലെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. തിലകന്റെ മകൾ ഉൾപ്പെടെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. അച്ഛന്റെ മരണശേഷം തന്നെ ഒരാൾ റൂമിലേക്ക് വിളിച്ചെന്നും മോശമായ രീതിയിലുള്ള മെസ്സേജ് അയച്ചെന്നുമാണ് മകൾ സോണിയ തിലകൻ പറഞ്ഞത്. തിലകൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. 2010 അച്ഛൻ ആദ്യമായി സിനിമയിലെ വിഷയങ്ങൾ പുറത്തു പറയുന്നത്. നടൻ ശ്രീനാഥിന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമ്മ സംഘടനയിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ലെന്ന് തിലകൻ ഉയർത്തിക്കാട്ടിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങളാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നതെങ്കിലും മറ്റു വിഷയങ്ങളും സജീവ ചർച്ചയാകുകയാണ്. അതിക്രമങ്ങൾ ഭരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന പവർ ഗ്രൂപ്പിന്റെ പവറിന് മുൻപിൽ ഹേമ കമ്മീഷനെ നിയോഗിച്ച സർക്കാർ പോലും മൗനം പാലിക്കുന്നതാണ് കണ്ടുവരുന്നത്. ആദ്യം റിപ്പോർട്ട് പുറത്തുവിടാൻ 4.5 വർഷത്തെ കാലതാമസം, പിന്നീട് കുറച്ച് ഭാഗങ്ങൾ വെട്ടി റിപ്പോർട്ട് പുറത്ത്. റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതിന് ആർജവം കാട്ടിയില്ലെങ്കിൽ ഒരു സിനിമാ കഥ പോലെ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ആറി തണുക്കുമോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്?